എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വീണ്ടും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ എക്കണോമിക്സിന്റെ 4ാമത്തെ ക്ലാസ് ആണ്. നീതി ആയോഗ് ഒരു മാർക്ക് PSC ഏരിയയിൽ നിന്ന് എന്നും എക്കണോമിക്സിൽ നിന്നും ഒരു ക്വസ്റ്റ്യൻ വരുന്ന മേഖലയാണ് നീതി ആയോഗ് എന്ന് പറയുന്നത്. നമ്മൾ 20 ക്വസ്റ്റ്യൻ പേപ്പർ 2023 LDC നിലവാരത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ആ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് കാണാൻ കഴിയും നീതി ആയോഗിൽ നിന്നിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഇവിടെ ഇന്ത്യ സാമ്പത്തിക രംഗം കഴിഞ്ഞു, പഞ്ചവത്സര പദ്ധതികൾ കഴിഞ്ഞു, പ്ലാനിംഗ് കമ്മീഷൻ കഴിഞ്ഞു. നമുക്ക് ഓർഡർ ആയിട്ട് പഠിച്ചു കേട്ടോ. അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് ബ്രെയിനിൽ നമുക്ക് കൂടുതലായിട്ട് നിൽക്കില്ല. അപ്പോൾ നീതി ആയോഗാണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. നമുക്ക് ഇനി അടുത്തത് നവസാമ്പത്തിക പരിഷ്കാരങ്ങൾ, 2ാമത്തെ ക്ലാസ് ധനകാര്യ സ്ഥാപനങ്ങൾ, 3 കാർഷിക വിളകൾ, 4, 5. അതോടുകൂടി നമുക്ക് എന്ത് ചെയ്യുന്നു, എക്കണോമിക്സ് പഠിക്കണം. പക്ഷെ നമ്മൾ ഓരോ ടോപ്പിക്കും വേഗം സിലബസ് കഴിക്കാൻ വേണ്ടിയിട്ട് പകുതി എടുത്തിട്ട് കുറച്ച് പോയിന്റ് എന്തെങ്കിലും പറഞ്ഞിട്ടല്ല പോകുന്നത്. അത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ക്ലാസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കത് അറിയാനായിട്ട് സാധിക്കും. നമ്മൾ ജോഗ്രഫി ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 13 വീഡിയോകളും ചെയ്തു വെച്ചിട്ടുണ്ട്. അത് +1 +2 എന്താണ് ജോഗ്രഫിയിൽ നിന്ന് എടുത്തിട്ടുള്ള പോയിന്റുകളും 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ SCERT ബേസ് ചെയ്തിട്ടൊക്കെയാണ് ക്ലാസ്സുകൾ ചെയ്തിട്ട് പോയിരിക്കുന്നത്. അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനും നമ്മൾ 10 ക്ലാസ്സോളം ഇട്ടിട്ടുണ്ട്. കാണണം. ഇത്തിരി കംപ്ലീറ്റ് ചെയ്യാനുള്ളൂ. അത് കംപ്ലീറ്റ് ചെയ്യും നമ്മൾ. അപ്പോൾ ആ മൊഡ്യൂളൊക്കെ അവിടെ കംപ്ലീറ്റ് ആകും. പിന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കേരള ഭരണ സംവിധാനം 5 മാർക്കുള്ള ഏരിയയാണെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഉപയോഗപ്പെടുത്താം. അങ്ങനെ നമ്മൾ ഓരോരോ മൊഡ്യൂൾ വെച്ചിട്ട് തീർത്ത് ഓർഡറായിട്ട് പോകും. അപ്പോൾ എന്നും പറയുന്നത് പോലെ പറയണം, നമ്മളിത് നിങ്ങൾ ഓരോ പുതിയ ടോപ്പിക്ക് ഇന്നിപ്പോൾ രാവിലെ ഞാൻ പ്ലാനിംഗ് കമ്മീഷൻ ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞത് നിങ്ങൾ കേരളം ഭരണ സംവിധാനത്തിലെ ഒരു ടോപ്പിക്ക് വീണ്ടും പോയിട്ട് റിവിഷൻ ചെയ്തിരിക്കണം. ഓക്കെ, അങ്ങനെ ജോഗ്രഫിയും ഒരു ടോപ്പിക് എടുക്കണം, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ടോപ്പിക് എടുക്കണം. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് വരണം കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് നീതി ആയോഗ്. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, നീതി ആയോഗ് എങ്ങനെയാണ് നീതി എന്ന് എഴുതുന്നത്? NITI ഇങ്ങനെയാണ് നീതി എന്ന് എഴുതുന്നത് അല്ലേ. ഇതിന്റെ ഫുൾ ഫോം PSC പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ഓരോ ക്ലാസ് ഞാൻ പറയുമ്പോൾ കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും ഞാൻ പറയുമ്പോൾ, റിപ്പീറ്റേഷൻ കൂടുതൽ വരുന്നുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാകാനാണ്. ഒരിക്കൽ ക്ലാസ് കണ്ടുകൊണ്ട് മാത്രം നമുക്ക് എന്നും ബ്രെയിനിൽ നിൽക്കുന്നില്ല. എത്രത്തോളം എടുത്തു തന്നൊന്നും പറഞ്ഞിട്ടും കാര്യമില്ല. നമ്മളത് ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്താൽ മാത്രമേ നമുക്കത് തലയിൽ ഓർമ്മ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യം പഠിക്കുക. നീതി ആയോഗിന്റെ നീതി എന്നുള്ളതിന്റെ ഫുൾ ഫോം എന്താണ്? ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ആയോഗ്, നീതി ആയോഗ് പഠിച്ചല്ലോ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ നീതി ആയോഗ് നിലവിൽ വന്നത്? 1950 മാർച്ച് 15 നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷന് പകരം അല്ലെ, പ്ലാനിംഗ് കമ്മീഷന് പകരമായിട്ടാണ് ഏത് വന്നത്? നീതി ആയോഗ് നമ്മുടെ ഇന്ത്യയിൽ നിലവിൽ വരുന്നത്. 2015 ജനുവരി 1-നാണ്. 2015 ജനുവരി 1-നാണ് എന്ത് ചെയ്തത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഞാൻ PQ ഒന്ന് അടയാളപ്പെടുത്താം. ഇതൊക്കെ പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2015 ജനുവരി 1-നാണ് നിലവിൽ വന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. എപ്പോഴും നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആസൂത്രണ കമ്മീഷൻ ആയിക്കോട്ടെ, NDC നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആയിക്കോട്ടെ, നീതി ആയോഗ് ആയിക്കോട്ടെ, ഇതിന്റെ ഒക്കെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി ആയിരിക്കും. എങ്കിൽ ഇപ്പോൾ നീതി ആയോഗിന്റെ അധ്യക്ഷൻ അല്ലെങ്കിൽ 2015 ജനുവരി 1-ന് നിലവിൽ വരുമ്പോൾ അധ്യക്ഷൻ ആര് തന്നെയാണ്? നരേന്ദ്ര മോദി തന്നെയാണ് അല്ലേ. അതുപോലെ അതിലൊരു ഉപാധ്യക്ഷനും ഉണ്ടാകും അല്ലേ. നീതി ആയോഗില് അധ്യക്ഷനുണ്ട്, ഉപ അധ്യക്ഷനുണ്ട്, CEO ഉണ്ട്. ഓക്കെ, നമുക്ക് അങ്ങനെ വരുന്ന ക്ലാസ്സിൽ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞു തരാം കേട്ടോ. നീതി ആയോഗിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയാണ്. ആദ്യത്തെ നീതി ആയോഗ് 2015 ജനുവരി 1-ന് നിലവിൽ വന്നപ്പോഴും ഇപ്പോഴും ആര് തന്നെയാണ്? നരേന്ദ്രമോദി തന്നെയാണ് അധ്യക്ഷൻ. 2015 ജനുവരി 1-ന് നീതി ആയോഗ് നിലവിൽ വന്നു എന്ന് പറഞ്ഞു. എങ്കിൽ ആ സമയത്ത് ആദ്യത്തെ ഉപാധ്യക്ഷൻ ആരാണ്? അരവിന്ദ് പനഗരിയ ചോദിച്ചിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ആരെന്ന് മാത്രമല്ല, ആദ്യത്തേത് ആരാണെന്നൊക്കെ ചോദിക്കാറുണ്ട്.
അരവിന്ദ് പനഗിരിയാണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ. രണ്ടാമത് ഉപാധ്യക്ഷനായിട്ട് രാജീവ് കുമാർ വന്നു. മൂന്നാമത് അതായത് നൗ സുമൻ കെ ബെറി. ഓക്കെ, സുമൻ കെ ബെറി. 3 പേരാണ് ഉപാധ്യക്ഷൻ. കൺഫ്യൂഷൻ ആകും, സിഇഒ ആണോ ഉപാധ്യക്ഷനാണോ എന്നുള്ളത് കൺഫ്യൂഷൻ വരരുത്. ഇവിടെ ഉപാധ്യക്ഷനാണ്. ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ ആദ്യം, രണ്ടാമത് രാജീവ് കുമാർ, മൂന്നാമത് സുമൻ കെ ബെറി. സുമൻ കെ ബെറി ഇപ്പോ അധികാരത്തിലുണ്ട്. ഓക്കെ, ഇനി നീതി ആയോഗിന്റെ പ്രഥമ സിഇഒ എന്ന് പറയുമ്പോൾ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. പ്രഥമ സിഇഒ ആരാണ്? സിന്ധു ശ്രീ ഗുള്ളർ. അവസാനത്തെ മെമ്പർ സെക്രട്ടറിയും സിന്ധു ശ്രീ ഗുള്ളർ തന്നെയാണ്. നിലവിൽ ആരാണ്? BVR സുബ്രഹ്മണ്യം. ഇപ്പോ നീതി ആയോഗിന്റെ സിഇഒ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യമാണ്. ഈ ഉപ അധ്യക്ഷനെയും സിഇഒയെയും നിയമിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. അത് മനസ്സിലാക്കണം കേട്ടോ. ഉപ അധ്യക്ഷനെയും സിഇഒയും നിയമിക്കുന്നത് പ്രധാനമന്ത്രി തന്നെയാണ്. ഈ ഭാഗം ഓക്കെ ആയോ? ഇതിലെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണെന്നുള്ളത് മനസ്സിലായോ? ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ ലൈക്ക് ചെയ്യണേ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് നമ്മുടെ കൂടെയുള്ള എന്താ പറയുക, ജോലിക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്ന കൂട്ടുകാരുണ്ടാവില്ലേ, അവർക്കൊക്കെ വേണ്ടി ഷെയർ ചെയ്യണം കേട്ടോ. തീർച്ചയായിട്ടും താഴെ നിന്ന് അഭിപ്രായം കൂടി ഒന്ന് രേഖപ്പെടുത്തിയാൽ ഒരുപാട് സന്തോഷമായി. ഓക്കെ, എന്നാലും നമുക്ക് ക്ലാസ്സുകൾ ഇടുമ്പോൾ ഒരു പ്രചോദനം എന്ന് പറയുന്നത് നമുക്ക് പഠിക്കുന്നതുമ്പോൾ തന്നെ നമുക്ക് ഒരാളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു എനർജി കിട്ടുക അല്ലേ. അതുപോലെ നമുക്ക് ക്ലാസ് ഇടുമ്പോഴും നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് ഒരു മെസ്സേജ് അയക്കുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് എടുക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ എടുക്കുന്ന രീതിക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലോ സ്നേഹത്തോടെ താഴെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ എന്ന് പറഞ്ഞു അല്ലേ. അരവിന്ദ് പനഗരിയ. ഓക്കെ, ഒന്ന് വിട്ടുപോയതാണ് കേട്ടോ. ആ അരവിന്ദ് പനഗരിയയുടെ അദ്ദേഹം ആരാണ്? അരവിന്ദ് പനഗരിയ എന്ന് പറയുന്നത് അദ്ദേഹം ഇന്തോ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് കേട്ടോ. ഇന്തോ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അരവിന്ദ് പനഗരിയ. അദ്ദേഹം നീതി ആയോഗിന്റെ ആദ്യത്തെ ഉപ അധ്യക്ഷനായിരുന്നു. പഠിച്ചു. ഇനി ഈ അരവിന്ദ് പനഗരിയയുടെ പ്രശസ്തമായിട്ടുള്ള 2 ബുക്കുകളുണ്ട്, പഠിച്ചിരിക്കണം. ഇന്ത്യ അൺലിമിറ്റഡ്. ഇന്ത്യ അൺലിമിറ്റഡ് ആരുടെ എന്ന് ചോദിച്ചാൽ അരവിന്ദ് പനഗരിയ. അതുപോലെ രണ്ടാമത്തേതാണ് ഇന്ത്യ ദ എമർജിങ് ഗ്ലാൻഡ്. ഓക്കെ, ഇന്ത്യ ദ എമർജിങ് ഗ്ലാൻഡ്. ഒന്നാമത്തെ ഏതാണ്? ഇന്ത്യ അൺലിമിറ്റഡ്. രണ്ടാമത്തേത് ഇന്ത്യ ദ എമർജിങ് ഗ്ലാൻഡ്. ഇത് 2 പുസ്തകങ്ങളും ഇന്തോ അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അരവിന്ദ് പനഗരിയയുടേതാണ്. ഈ അരവിന്ദ് പനഗരിയ ആണ് നീതി ആയോഗിന്റെ പ്രഥമ ആരാണ്? ഉപ അധ്യക്ഷൻ. പഠിച്ചു അല്ലേ. നീതി ആയോഗിന്റെ രണ്ടാമത്തെ ഉപാധ്യക്ഷൻ ആര് പറഞ്ഞു? രാജീവ് കുമാർ പറഞ്ഞു. ഇപ്പോ മൂന്നാമത് ആരാണ്? സുമൻ കെ ബെറിയാണ്. ഇനി പോളിസി കമ്മീഷൻ. നമ്മുടെ ഇന്ത്യയുടെ പോളിസി കമ്മീഷൻ തിങ്ക് ടാങ്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. തിങ്ക് ടാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നത് നീതി ആയോഗാണ്. പോളിസി കമ്മീഷൻ നമ്മൾ ആസൂത്രണ കമ്മീഷന്റെ വിശേഷണങ്ങൾ പഠിച്ചില്ലേ. സൂപ്പർ ക്യാബിനറ്റ്, സമാന്തര ക്യാബിനറ്റ്, ദേശീയ വികസനത്തിന്റെ ആണിക്കല്ല് എന്നൊക്കെ നമ്മൾ അതിനെ പറഞ്ഞൂല്ലേ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെയെങ്കിൽ നീതി ആയോഗിന്റെ വിശേഷണങ്ങളാണ് പോളിസി കമ്മീഷൻ എന്നും തിങ്ക് ടാങ്ക് എന്നും അറിയപ്പെടുന്നത്. എന്താണ്? നീതി ആയോഗാണ്. തിങ്ക് ടാങ്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി നിലേഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. നിലേഡിന്റെ ഫുൾ ഫോം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ എക്കണോമിക് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. നീതി ആയോഗിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ അത് നിലേഡ് ആണ്. നീതി ആയോഗിന് കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം ഏത് എന്ന് ചോദിച്ചാൽ അത് നിലേഡ് ആണ്.
ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞു ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞു. സിഇഒനെ നിയമിക്കുന്നതും ആര് തന്നെയാണ്? പ്രധാനമന്ത്രിയാണ് അല്ലേ. ഇനി നമ്മൾ ആദ്യം 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ, ഞാൻ വീണ്ടും ഈ ഡേറ്റ് 1950 മാർച്ച് 15 എന്ന് എടുത്തെടുത്ത് പറയുന്നത് ആ വർഷം വീണ്ടും നിങ്ങളുടെ മെമ്മറിയിൽ വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം വന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, വീണ്ടും ഈ വർഷം എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. അങ്ങനെ 1950 മാർച്ച് 15 ആസൂത്രണ കമ്മീഷൻ പറഞ്ഞു അല്ലേ. ഇങ്ങനെ ഈ പ്ലാനിങ് കമ്മീഷൻ വേണ്ട, ഇങ്ങനെ പഞ്ചവത്സര പദ്ധതികൾ എന്നുള്ളൊരു ഇത് വേണ്ട, നമുക്ക് എന്താണ് ഒരു നീതി ആയോഗ് എന്നുള്ളൊരു ഇതിലേക്ക് എത്തിപ്പെട്ടത് ആരുടെ ശുപാർശ പ്രകാരമാണ്? DG അജയ് ചിബ്ബർ ശുപാർശ ചെയ്ത നീതി ആയോഗ് എന്ന ആശയം ശുപാർശ ചെയ്തത് DG അജയ് ചിബ്ബർ ആണ്. ആരാണ്? അജയ് ചിബ്ബർ. ഇനി ആദ്യത്തെ സമ്മേളനം, നീതി ആയോഗിന്റെ ആദ്യത്തെ സമ്മേളനം 2015 ഫെബ്രുവരി 8. 2015 ജനുവരി മാസം 1 തീയതി നീതി ആയോഗ് നിലവിൽ വരികയും അടുത്ത മാസം അല്ലേ, ജനുവരി കഴിഞ്ഞു, ഫെബ്രുവരി മാസം 8 തീയതി എന്ത് ചെയ്തു? ആദ്യത്തെ സമ്മേളനം നടക്കുകയും ചെയ്തു. ആ സമ്മേളനത്തിന്റെ പേരാണ് ടീം ഇന്ത്യ എന്നാണ് അറിയപ്പെട്ടത്. നീതി ആയോഗിന്റെ ആദ്യത്തെ സമ്മേളനം എന്ത് പേരിൽ അറിയപ്പെട്ടു? ടീം ഇന്ത്യ എന്ന് അറിയപ്പെട്ടു. ഇനി ഇത് നോക്കണേ, നല്ല രീതിയിൽ ശ്രദ്ധിക്കണം കേട്ടോ. കേന്ദ്ര ഗവൺമെന്റ് എന്താണ്? കേന്ദ്ര ഗവൺമെന്റ് ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും നീതി ആയോഗ് എന്ന സംവിധാനം നിലവിൽ വരികയും ചെയ്തു. 2015 ജനുവരി 1 നിലവിൽ വന്ന നീതി ആയോഗ്, അതായത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നീതി ആയോഗിന്റെ ഘടന എപ്രകാരമാണ്? പ്രധാനമന്ത്രിയാണ് ഇതിന്റെ അധ്യക്ഷൻ. ഭരണസമിതിയില് എല്ലാ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും പ്രധാനമന്ത്രി നിയോഗിക്കുന്ന ഉപാധ്യക്ഷനും പിന്നെ ആരൊക്കെയാണ്? പിന്നെ സ്ഥിര അംഗങ്ങളും ഉണ്ട്. 2 പേര് പാർട്ട് ടൈം അംഗങ്ങളാണ്. 4 പേര് അനൗദ്യോഗിക അംഗങ്ങളാണ്. പിന്നെ ചീഫ് ഓഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട് അല്ലെ, CEO ഉണ്ട്. പിന്നെ ആരൊക്കെ ഉൾപ്പെട്ടു? ഇപ്പോ എല്ലാ നമ്മുടെ ഭരണസമിതിയില് മുഖ്യമന്ത്രിമാരില്ലേ, നമ്മുടെ 28 സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാരും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരും. 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരാണോ? ആണോ? അല്ല അല്ലെ. 6 UT മാത്രമാണ് ലഫ്റ്റനന്റ് ഗവർണർമാർ വരുള്ളൂ. 2 മുഖ്യമന്ത്രിമാരാണ്. പുതുച്ചേരിയിലും ഡൽഹിയിലും മുഖ്യമന്ത്രി പദമാണ്. അങ്ങനെ അവരും, പിന്നെയോ ഒരു ഉപാധ്യക്ഷൻ ഉണ്ടാകും, 2 പാർട്ട് ടൈം അംഗങ്ങൾ ഉണ്ടാകും, 4 അനൗദ്യോഗിക അംഗങ്ങൾ ഉണ്ടാകും, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാകും. ഇവരൊക്കെ ചേർന്നിട്ടാണ് നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. പ്രധാന സർവകലാശാലകളിലും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളാക്കുക. താൽക്കാലിക അംഗങ്ങൾ എപ്പോഴും ആരായിരിക്കും? നമ്മുടെ യൂണിവേഴ്സിറ്റികളിലുള്ളതും ഗവേഷണ സ്ഥാപനങ്ങളിലും ഉള്ളവരെയാണ് താൽക്കാലിക അംഗങ്ങളാക്കുക. പ്രധാനമന്ത്രി നിയോഗിക്കുന്ന 4 കേന്ദ്രമന്ത്രിമാരാണ് അനൗദ്യോഗിക അംഗങ്ങളായിട്ട് പ്രവർത്തിക്കുക. 4 കേന്ദ്രമന്ത്രിമാർ അനൗദ്യോഗിക അംഗങ്ങളായിട്ട് പ്രവർത്തിക്കും. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയമിക്കുന്നത് ആരാണ്? പ്രധാനമന്ത്രി അല്ലേ, നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. എന്തൊക്കെയാണ് നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ? എന്തൊക്കെയായിരിക്കും നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങൾ? ഓരോന്നും പഠിച്ചു വെക്കണം. സ്റ്റേറ്റ്മെന്റ് ലെവൽ ക്വസ്റ്റ്യൻ വരും. LD ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞു 2023-24 നടക്കുന്ന LDC എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രം പോരാ. LGS ഉള്ളവരെ LGSനും വേണ്ടിയിട്ടും, ഇതില്ലാത്തവർക്ക് ഡിഗ്രി ഉള്ളവർക്ക് പറ്റില്ല. ഇനി യൂണിവേഴ്സിറ്റി LGS ഫെബ്രുവരി 7 നടക്കേണ്ട, ഗാന്ധി ബോർഡിന്റെ എക്സാം വരുന്നുണ്ട്, ഫാം വർക്കർ വരുന്നുണ്ട്. ഇതിലെല്ലാ എക്സാമും ക്രാക്ക് ചെയ്യണം എന്നുള്ളത് ലക്ഷ്യം വെച്ചിട്ട് പഠിക്കല്ലാണ്ട് LDC ഞാൻ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞു, അടി ആർക്കും പതറാം. ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊരൊറ്റൊന്നെന്ന് പറഞ്ഞിട്ട് പോകരുത്. ഇതിലേതെങ്കിലും ഒന്ന്, ഇതിന്റെ മുന്നിൽ നടക്കുന്ന ഗാന്ധി ബോർഡ്, ഫാം വർക്ക്, അതിലേക്കൊക്കെ ലക്ഷ്യം മുന്നിൽ കാണണം. നോക്കിക്കേ, വ്യവസായ സേവന മേഖലകളില്
സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. ഇത് വ്യവസായ മേഖല ഏത് പറഞ്ഞ ഏതാണ്? ദ്വിതീയ മേഖല അല്ലെ. സേവന മേഖല എന്ന് പറയുമ്പോൾ തൃതീയ മേഖല. മേഖലകള് ചിലപ്പോൾ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് ചോദിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇവിടെ വ്യവസായ സേവന മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക. നമ്മൾ ഇരുന്ന് പഠിക്കും എങ്ങനെ വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിന്റെ പങ്കാളിത്തം കുറയ്ക്കുക. അവിടെ ചിലപ്പോ ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ അവിടെ എങ്ങനെയായിരിക്കും? ദ്വിതീയ തൃതീയ മേഖലകളിൽ സർക്കാർ. ഇത് ഞാൻ പഠിച്ചിട്ടില്ല, ഇത് തെറ്റാണ്, ഇത് ഓപ്ഷൻ തെറ്റാണ്. നമ്മൾ അവിടെ തെറ്റിട്ടും കൊണ്ട് വരും. വീടെത്തുമ്പോഴേക്കും ഈ വ്യവസായമാണ് സേവനവും അങ്ങനെ അവിടെ കാരണം നമുക്ക് നമ്മുടെ എക്സാം ഹാളിൽ നമ്മുടെ മാനസികാവസ്ഥ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇത് ഇങ്ങനെയൊക്കെ മുൻകൂട്ടിയിട്ടായിരിക്കണം നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. വ്യവസായ സേവന മേഖലകളിൽ സർക്കാരിന്റെ പങ്കാളിത്തം എന്ത് ചെയ്യണം? കുറയ്ക്കണം. അവിടെ കൂട്ടുക എന്നൊക്കെ ഉണ്ടാവും. അവിടെ കുറയ്ക്കലും കാണില്ല, കൂട്ടലും കാണില്ല അല്ലെ. നമ്മള് കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിൽ എത്തിക്കുക. ഇവിടെ മിശ്ര എന്നാണ് കേട്ടോ ശ്രദ്ധിക്കേണ്ടത്. കാർഷിക മേഖലയെ മിശ്ര കാർഷിക ഉൽപാദനത്തിലൂടെ പുരോഗതിയിൽ എത്തിക്കുക. പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക. പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയുക്തമായി. എന്നും പ്രവാസികളുടെ ഒരു തന്നെയാണല്ലോ നമ്മുടെ നാടിന്റെ നിലനിൽപ്പ് തന്നെ എന്താണ്? പ്രവാസി ഇന്ത്യക്കാരാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കിയിട്ട് മാറ്റുക. ആഗോള മാറ്റങ്ങളുടെയും വിപണി ശക്തികളുടെയും ഇടപെടലുകൾ നേരിടാൻ രാജ്യത്തെ പ്രാപ്തമാക്കുക. ഇതൊക്കെയാണ് നീതി ആയോഗിന്റെ ലക്ഷ്യം. നീതി ആയോഗിന്റെ ഇപ്പൊ നമ്മൾ നീതി ആയോഗിനെ കുറിച്ച് പഠിക്കുന്നു. ആ നീതി ആയോഗിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും എത്ര തലങ്ങളായിട്ടാണ് തിരിക്കാൻ പറ്റുക? 4 തലങ്ങൾ. സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ അങ്ങനെയും ചോദിക്കാം. നീതി ആയോഗിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളെയും 3 തലങ്ങളായിട്ട് തിരിക്കാം. അതൊക്കെ ചോദിക്കുമ്പോൾ ശരിയാണോ തെറ്റാണോ? ഇവിടെ എത്രയാണ്? 4 തലങ്ങളായിട്ടാണ് മുഴുവൻ പ്രവർത്തനങ്ങളെയും തിരിക്കുന്നത്. നയവും പ്രോഗ്രാം ഫ്രെയിംവർക്കും. ഒന്നേതാണ്? നയവും പ്രോഗ്രാം ഫ്രെയിംവർക്കും. 2 കോർപ്പറേറ്റ് ഫെഡറലിസം. 3 നിരീക്ഷണങ്ങളും വിലയിരുത്തലും. 4 തിങ്ക് ടാങ്ക്, നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ്. 4 തലങ്ങൾ ഏതൊക്കെയാണ്? നയവും പ്രോഗ്രാം ഫ്രെയിംവർക്കും, കോർപ്പറേറ്റീവ് ഫെഡറലിസം, നിരീക്ഷണവും വിലയിരുത്തലും, തിങ്ക് ടാങ്ക്, നോളജ് ആൻഡ് ഇന്നോവേഷൻ ഹബ്ബ്. ഇനി നോക്കിക്കേ, നീതി ആയോഗ് പഠിക്കുമ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കണം DMEO. എന്താണ് DMEO? ഡി പറയുമ്പോൾ ഡെവലപ്മെന്റ്, ഡെവലപ്മെന്റ് മോണിറ്ററിംഗ്, ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ. എന്താണ്? ഇവാലുവേഷൻ ഓഫീസ്. ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ഇവാലുവേഷൻ ഓഫീസ് 2015 സെപ്റ്റംബർ 18 നിലവിൽ വന്നത്. നമ്മൾ പറഞ്ഞു 2015 ജനുവരി 1 നീതി ആയോഗ്, 2015 ഫെബ്രുവരി 8 ആദ്യത്തെ സമ്മേളനം. അതേ തന്നെയാണ് 2015 തന്നെയാണ് സെപ്റ്റംബർ 18 1/8/18 സെപ്റ്റംബർ 18 ഈ ഡെവലപ്മെന്റ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ്, അതായത് നീതി ആയോഗിന്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസാണിത്. ഏതാണ്? നീതി ആയോഗിന്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസ് ഏത് എന്ന് ചോദിച്ചാൽ അത് DMEO. നീതി ആയോഗിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വേറൊരു സ്ഥാപനം നമ്മൾ നേരത്തെ പഠിച്ചതാണ് നിലേഡ് പഠിച്ചു. ഏതാണ്? ഇതൊരു അറ്റാച്ച്ഡ് ഓഫീസാണ്. എന്തൊക്കെയാണ്? നമ്മുടെ രാജ്യത്തെ അപ്പെക്സ് മോണിറ്ററിംഗ്, അതുപോലെ ഇവാലുവേഷൻ, നിരീക്ഷണങ്ങൾ, വിലയിരുത്തൽ, ഓക്കെ, ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്? M&E. കണ്ടോ? രാജ്യത്തെ അപ്പെക്സ് മോണിറ്ററിംഗ് ആൻഡ് ഇവാലുവേഷൻ ഓഫീസ് എന്ന നിലയിൽ സർക്കാർ നയങ്ങളുടെയും പരിപാടികളുടെയും ദേശീയ വികസന അജണ്ട കൈവരിക്കുന്നതിന് DMEO എന്ത് ചെയ്യുന്നുണ്ട്? സർക്കാരിനെ സഹായിക്കുക, അതായത് പിന്തുണയ്ക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്യുന്നുണ്ട്? നിരീക്ഷണവും വിലയിരുത്തലും, ഓക്കെ, മോണിറ്ററിംഗ് ചെയ്യലും, അതുപോലെ ഇവാലുവേഷൻ ചെയ്യലും ആരാണ്ട് കടമയാണ്? DMEO ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് നീതി ആയോഗിന്റെ കീഴിലുള്ള നീതി ആയോഗിന്റെ ഒരു അറ്റാച്ച്ഡ് ഓഫീസാണ്. 2015 സെപ്റ്റംബർ 18 നിലവിൽ വന്നത്. അതായത് ഒരു അറ്റാച്ച്ഡ് ഓഫീസ് നിലവിൽ വന്നത്. ഇത് സർക്കാരിനെ എന്ത് ചെയ്യുന്നുണ്ട്? ദേശീയ വികസന അജണ്ട കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാരിനെ പിന്തുണയ്ക്കുന്നുണ്ട്.
ഓക്കെ. അറ്റാച്ച്ഡ് ഓഫീസറായിട്ട് പ്രവർത്തിച്ചപ്പോഴാണ് 2015 സെപ്റ്റംബർ മാസം 18-നാണ്. ഇനി നമ്മൾ നീതി ആയോഗിന്റെ നമുക്ക് ഇനി ഇത് സെക്ഷൻ തിരിച്ച് പഠിക്കാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്, അതിന് ഒന്നും കൂടി മനസ്സിലാകുന്ന രീതിയിൽ ക്രോഡീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നീതി ആയോഗിന്റെ നീതി ആയോഗ് എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ്. ഇത് ശ്രദ്ധിക്കണം. കഴിഞ്ഞ എക്സാമിൽ ഈ അടുത്ത് നടന്ന എക്സാമിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്തതിൽ കണ്ടതാണ്. നീതി ആയോഗ് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, നീതി ആയോഗ് ഒരു ഉപദേശക സമിതിയാണ് എന്നൊക്കെ ചോദിച്ചിട്ട് സ്റ്റേറ്റ്മെന്റിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നീതി ആയോഗും ആസൂത്രണ കമ്മീഷനും NDCയും ഒക്കെ എന്താണ് LDC അല്ലാട്ടോ, NDC ആണ്. NDC ഒക്കെ ഉപദേശക സമിതിയാണ് കേട്ടോ. അപ്പൊ ഉപദേശക സമിതിയിൽ ശ്രദ്ധിക്കണം, ഇങ്ങനെയുള്ള പോയിന്റുകളൊക്കെ ആയിരിക്കും കയറി വരിക. ഉപദേശക സമിതിയിൽ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, 28 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, 6 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാർ, ബാക്കിയുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ഡൽഹിയിലും പുതുച്ചേരിയും. ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. മുഖ്യമന്ത്രിമാരുള്ള 2 കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഡൽഹിയും പുതുച്ചേരിയും. ഇതാണ് ഉപദേശക സമിതിയിലുള്ളത്. ഇനി ഭരണസമിതി, ഇത് ഉപദേശക സമിതി. ഓക്കെ, ഇത് പിന്നെ അധികാരമുള്ള ആൾക്കാരാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആൾക്കാരാണ്. ഇനി ഭരണസമിതിയില് മുഖ്യമന്ത്രിമാര്, 28 സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിമാരും ഭരണസമിതിയിൽ ഉണ്ടാകും. ലഫ്റ്റനന്റ് ഗവർണർമാർ 8 സ്റ്റേറ്റിലെ ഉണ്ടാകും. പിന്നെ ഒരു ഉപാധ്യക്ഷൻ, നമ്മൾ പറഞ്ഞു അല്ലെ, ആരാണ് ഇപ്പൊ ഉപാധ്യക്ഷൻ? സുമൻ കെ ബെറി. CEO ഉണ്ടാകും. ഇത് പഠിക്കണം കേട്ടോ, ഇത് ചോദിക്കും ചിലപ്പോൾ. ഇതിൽ ഇല്ലാത്ത ഒരാളിനെ തന്നിട്ട് നീതി ആയോഗിന്റെ ഭരണസമിതിയിൽ ഇല്ലാത്തവർ ആരെയെന്ന് ചോദിക്കും. മുഖ്യമന്ത്രിമാര്, ലഫ്റ്റനന്റ് ഗവർണർമാര്, ഉപാധ്യക്ഷൻ. ആരാണ്? സുമൻ കെ ബെറി. ആരാണ് ആദ്യത്തെ ഉപാധ്യക്ഷൻ? അരവിന്ദ് പനഗരിയ. എത്ര പേര് ഇതുവരെ ഉപാധ്യക്ഷനായിട്ടുണ്ട്? 3 പേര് അല്ലേ. ഒന്ന് ആരാണ്? ഫസ്റ്റ് അരവിന്ദ് പനഗരിയ, രണ്ടാമത് രാജീവ് കുമാർ, മൂന്നാമത് സുമൻ കെ ബെറി. വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നത്, ഒന്നും കൂടി റിവിഷൻ ആയിക്കോട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ. പിന്നെ CEO അല്ലെ, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ടാവും. ആരാണ് ആദ്യത്തെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ? സിന്ധുശ്രീ ഗുളർ. ഇപ്പൊ ആരാണ്? BVR സുബ്രഹ്മണ്യം. 4 അനൗദ്യോഗിക അംഗങ്ങൾ. 4 അനൗദ്യോഗിക അംഗങ്ങൾ ആരായിരിക്കും? ക്യാബിനറ്റിൽ അല്ലേ, 4 മന്ത്രിമാരായിരിക്കും. പ്രത്യേക ക്ഷണിതാക്കളുണ്ട് കേട്ടോ. അതായത് ഇതില് പ്രത്യേകം ക്ഷണിക്കുന്ന ആൾക്കാരുണ്ട്. 2018 ജൂൺ 7 ചട്ടപ്രകാരം ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് നോട്ടിഫിക്കേഷൻ. ഏതാണ്? ക്യാബിനറ്റ് സെക്രട്ടേറിയറ്റ് നോട്ടിഫിക്കേഷൻ 2018 ജൂൺ 7 ചട്ടപ്രകാരം പ്രത്യേക ക്ഷണിതാക്കളും ഏതിലുണ്ട്? ഈ ഭരണസമിതിയിൽ ഉണ്ട്. 2022-23 നമ്മള് 2022-2023 എന്ന വർഷം ലക്ഷ്യമാക്കിയിട്ട് നീതി ആയോഗ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് പുറത്തിറക്കിയ ഒരു പദ്ധതിയാണ് ദ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. നീതി ആയോഗാണ്. നീതി ആയോഗ് നമ്മുടെ 2022-23 എന്ന വർഷം ലക്ഷ്യമാക്കിയിട്ട് ഇന്ത്യക്ക് വേണ്ടി പുറത്തിറക്കിയ ഒരു പദ്ധതിയാണ് ദ സ്ട്രാറ്റജി ഫോർ ന്യൂ ഇന്ത്യ അറ്റ് 75. ഇത് നമ്മൾ പഠിച്ചു. ഗവേണിംഗ് കൗൺസിൽ നമ്മൾ നേരത്തെ പഠിച്ചു അല്ലെ. ഗവേണിംഗ് കൗൺസിൽ എന്താണ്? ഈ ഗവേണിംഗ് കൗൺസിലിനെ കുറിച്ച് പറയാനുള്ളത്, NDCക്ക് പകരം നിലവിൽ വന്നതാണ് അല്ലെ. നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന് പ്രകാരം ആസൂത്രണ കമ്മീഷൻ പഠിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഒന്നും കൂടി പറഞ്ഞുതരാം. ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു. ഈ ആസൂത്രണ കമ്മീഷൻ ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കുന്നത് ഏതിലൂടെയാണ്? പഞ്ചവത്സര പദ്ധതികളിലൂടെയാണ്. ഇങ്ങനെ തയ്യാറാക്കുന്ന ഓരോ പദ്ധതിക്കും അന്തിമ അനുമതി നൽകുന്നത് ആരാണ്? ആസൂത്രണ കമ്മീഷനില് നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലാണ്. അങ്ങനെ ഈ നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിന് പകരം നീതി ആയോഗ് നിലവിൽ വന്നു അല്ലെ. നീതി ആയോഗ് നിലവിൽ വന്നു. അങ്ങനെ നീതി ആയോഗ് തയ്യാറാക്കുന്ന എല്ലാ പദ്ധതികൾക്കും അന്തിമ അനുമതി നൽകുന്നത് ആരാണ്? അത് NDCക്ക് പകരം വന്നതാണ്. ഇത് ഗവേണിംഗ് കൗൺസിലാണ്. ഗവേണിംഗ് കൗൺസിലിന്റെ അധ്യക്ഷനും ആര് തന്നെയാണ്? പ്രധാനമന്ത്രിയാണ്. അപ്പൊ NDCയുടെ അധ്യക്ഷൻ എപ്പോഴും പ്രധാനമന്ത്രി, ആസൂത്രണ കമ്മീഷന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്, നീതി ആയോഗിന്റെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ്, ഗവേണിംഗ് കൗൺസിലിന്റെ അധ്യക്ഷനും പ്രധാനമന്ത്രി തന്നെയാണ്. ഇനി ഭരണസമിതിയിൽ ആരൊക്കെയാണ്? ഗവേണിംഗ് കൗൺസിലിലെ ഭരണസമിതിയില് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാര്, കേന്ദ്രഭരണ പ്രദേശിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുമാണ് കേട്ടോ. സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ ലഫ്റ്റനന്റ് ഗവർണർമാരുമാണ് ഇതിലെ ഗവേണിംഗ് കൗൺസിൽ. പിന്നെ അധ്യക്ഷനായിട്ട് ആരും ഉണ്ടാകും? പ്രധാനമന്ത്രി. ഇനി
ഇനി നോക്കിക്കേ, നീതി ആയോഗും ഈ ആസൂത്രണ കമ്മീഷൻ തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. നീതി ആയോഗിന്റെ അധ്യക്ഷൻ എപ്പോഴും ആരാണ്? പ്രധാനമന്ത്രിയാണ്. അത് നമ്മൾ കുറെ നേരമായി ചർച്ച ചെയ്തു വരുന്നു. ആസൂത്രണ കമ്മീഷൻ അധ്യക്ഷനും പ്രധാനമന്ത്രി തന്നെയാണ്. ഉപാധ്യക്ഷൻ, നീതി ആയോഗിന്റെ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് വൈസ് ചെയർമാനാണ്. ആസൂത്രണ കമ്മീഷനിൽ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് ഡെപ്യൂട്ടി ചെയർമാനാണ്. രണ്ടും വ്യത്യാസം നോക്കണം. ഡെപ്യൂട്ടി ചെയർമാനാണ്. ഇവിടെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത്, നീതി ആയോഗില് അധ്യക്ഷനെ നിയമിക്കുന്നത് പ്രധാനമന്ത്രി ആണെങ്കിൽ ആസൂത്രണ കമ്മീഷന്റെ ഉപാധ്യക്ഷനെ നിയമിക്കുന്നത് ആരാണ്? ക്യാബിനറ്റ്. ആരാണ്? ക്യാബിനറ്റ് ആണ്. ഇനി ഭരണസമിതിയില് ഭരണസമിതി എങ്ങനെ അറിയപ്പെട്ടു? ഗവേണിംഗ് കൗൺസിൽ എന്നറിയപ്പെട്ടു. ആസൂത്രണ കമ്മീഷൻ്റെ NDC ആണ്, നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിൽ ആണ്. ഇനി നീതി ആയോഗിന്റെ ഓഫീസറാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ, CEO. ഇതിലോ ആസൂത്രണ കമ്മീഷനിൽ അങ്ങനെ CEO എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അവിടെ ആസൂത്രണ സെക്രട്ടറി ആയിരുന്നു. മനസ്സിലായല്ലോ? ഈ ഏരിയ മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നേരത്തെ പഠിച്ചത് ഒന്നും കൂടി നമുക്ക് ക്രോഡീകരിച്ചു തരാം. ഇതിൽ എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു അല്ലെ? എക്സ് ഒഫീഷ്യോ മെമ്പേഴ്സ് ആരൊക്കെയാണ്? അതായത് 4 അനൗദ്യോഗിക അംഗങ്ങൾ. 4 അനൗദ്യോഗിക അംഗങ്ങളായിട്ട് ഇപ്പൊ നീതി ആയോഗിലുള്ളത് 1 അമിത്ഷാ, 2 രാജ്നാഥ് സിംഗ്. ആരൊക്കെയാണ്? കേന്ദ്രമന്ത്രിമാരാണ് അല്ലെ? കേന്ദ്രത്തിലെ മന്ത്രിമാരായിരിക്കും 4 അനൗദ്യോഗിക അംഗങ്ങൾ എന്ന് പറഞ്ഞു. അതിൽ 1 അമിത്ഷാ, രണ്ടാമത്തെ രാജ്നാഥ് സിംഗ്, മൂന്നാമത് നിർമ്മല സീതാരാമൻ, 4 നരേന്ദ്ര സിംഗ് തോമർ. ഈ 4 അംഗങ്ങളാണ് ഇപ്പോ എക്സ് ഒഫീഷ്യോ മെമ്പർ ആയിട്ട് നീതി ആയോഗിലുള്ളത്. 4 പേര് പഠിച്ചല്ലോ, അനൗദ്യോഗിക അംഗങ്ങൾ. ഇനി വൈസ് ചെയർമാൻ, അതായത് ഉപാധ്യക്ഷന്മാരായിട്ട് നമ്മുടെ നീതി ആയോഗിൽ നിലവിൽ വന്നിട്ടുള്ളത് ആദ്യം നമ്മൾ ആര് പറഞ്ഞു? ആദ്യം ആരാണ്? അരവിന്ദ് പനഗരിയ. രണ്ടാമത് രാജീവ് കുമാർ വന്നു. ഇപ്പൊ ആരാണ്? സുമൻ ബെറി. ഇനി CEO ആദ്യം ആരായി വരുന്നു? സിന്ധു ശ്രീ ഗുള്ളർ വന്നു. രണ്ടാമത് അമിതാഭ് കാന്ത് വന്നു. ഇപ്പൊ ആരാണ്? BVR സുബ്രഹ്മണ്യം. ശ്രദ്ധിക്കണം, CEOയും വൈസ് ചെയർമാനും എന്ന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കണം, ഉപാധ്യക്ഷന്മാര് ഇതുവരെ 3 ആളാണ് ആയിട്ടുള്ളത്. CEO ഇതുവരെ 3 ആളായിട്ടുള്ളത്. അപ്പൊ മാറിപ്പോകരുത് കേട്ടോ. എക്സാം ഹാളിൽ പോകുമ്പോൾ നമുക്ക് ഇത് CEO ആണോ ഇത് ഉപാധ്യക്ഷനാണോ എന്നുള്ളൊരു കൺഫ്യൂഷൻ വരും. ഇത് ശ്രദ്ധിച്ചിട്ട് ഓർഡർ ആക്കി പഠിക്കുക. കാരണം എനിക്ക് എക്സാമിന് വന്നിട്ടുള്ള ഒരു തെറ്റാണ്. അത് വൈസ് ചെയർമാൻ ആയിരുന്നു, അത് CEO ആയിരുന്നോ എന്നുള്ളത് കൺഫ്യൂഷൻ ആയിരുന്നു. ഓക്കെ, അരവിന്ദ് പനഗിരിയ, രാജീവ് കുമാർ, സുമൻ ബെറി വൈസ് ചെയർമാൻമാർ. CEO വന്നത് ആദ്യം സിന്ധു ശ്രീ ഗുള്ളർ, രണ്ടാമത് അമിതാഭ് കാന്ത്, മൂന്നാമത് അതായത് ഇപ്പോ BVR സുബ്രഹ്മണ്യമാണ്. ഇനി ഈ നീതി ആയോഗില് ഫുൾ ടൈം മെമ്പേഴ്സ് ഉണ്ട്, ഫുൾ ടൈം അംഗങ്ങളുണ്ട്. ഓക്കെ, അതില് ഇപ്പൊ ഫുൾ ടൈം മെമ്പേഴ്സ് ആയിട്ട് നീതി ആയോഗിലുള്ളത് 1 VK സരസ്വത്, 2 രമേശ് ചന്ദ്, 3 VK പോള്, 4 അരവിന്ദ് വീരമണി. ഈ 4 പേരാണ് ഇപ്പോ എന്ത് ഫുൾ ടൈം മെമ്പേഴ്സ് ആയിട്ടുള്ളത്. ഇതിൽ VK സരസ്വത് എന്ന് പറയുന്നത് DRDO ചീഫ് ആണ് കേട്ടോ. DRDOയുടെ ചീഫ് ആണ് VK സരസ്വത്. രമേശ് ചന്ദ് എന്ന് പറയുന്നത് അഗ്രികൾച്ചറൽ എക്സ്പേർട്ട് ആണ്. അഗ്രികൾച്ചർ എക്സ്പേർട്ട് ആണ് രമേശ് ചന്ദ്. VK പോൾ എന്ന് പറയുന്നത് പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട് ആണ്. പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടും. അരവിന്ദ് വീരമണി എക്കണോമിസ്റ്റുമാണ് കേട്ടോ. 4 പേരുടെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ളവരിനെ എന്ത് ചെയ്യുള്ളൂ? ഫുൾ ടൈം മെമ്പേഴ്സ് ആയിട്ട് നിയമിക്കുള്ളൂ. VK സരസ്വത് DRDO ചീഫാണ്. രമേശ് ചന്ദ് അഗ്രികൾച്ചർ എക്സ്പേർട്ട് ആണ്. VK പോള് പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട് ആണ്. അരവിന്ദ് വീരമണി ഒരു എക്കണോമിസ്റ്റ് ആണ്. നമുക്ക് നീതി ആയോഗിൽ നിന്നും വന്നിട്ടുള്ള ഒരു 4 പ്രീവിയസ് ക്വസ്റ്റ്യൻ എങ്ങനെയാണെന്നുള്ളത് പരിചയപ്പെടാം കേട്ടോ. അതില് താഴെ പറയുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ് ശരി എന്നുള്ള രീതിയിൽ പ്രസ്താവന ചോദ്യമാണ് വന്നത്. നീതി ആയോഗിന്റെ ഫുൾ ഫോം ചോദിച്ചു. അത് എങ്ങനെയെന്നറിയ ചോദിച്ചത്? നമ്മൾ നേരത്തെ ഫുൾ ഫോം പഠിച്ചു, ഇംഗ്ലീഷിൽ പഠിച്ചു. ആ ഇംഗ്ലീഷിലുള്ള വിവർത്തനം എങ്ങനെയാണ്? നീതി ആയോഗിന്റെ പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ, ഇങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പഠിച്ചു. അതിന്റെ മലയാള പദം എങ്ങനെയാ വായിക്കുക? നമ്മുടെ ഇന്ത്യയെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള, ഇന്ത്യയെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ദേശീയ സ്ഥാപനം ഇതാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ളതിന്റെ മലയാളം. ഇങ്ങനെ ചോദിച്ചു കേട്ടോ. നീതി ആയോഗിന്റെ പൂർണ്ണരൂപം ഇന്ത്യയെ പരിവർത്തനം ചെയ്യുന്നതിനുള്ള ദേശീയ സ്ഥാപനം. നമ്മൾ അവിടെ ഇരുന്നിട്ട് നീതി ആയോഗിന്റെ ഫുൾ ഫോം ആദ്യം എഴുതും. അത് ചെയ്യും, അതെന്തായാലും ചെയ്തിരിക്കും. അത് ചെയ്തിട്ട് ഇത് തന്നെയാണോ ട്രാൻസ്ഫോമിങ്, മാറ്റം വരുത്തുക അല്ലെ, പരിവർത്തനം ചെയ്യുക, അങ്ങനെയെങ്കിലും നമ്മൾ ചെയ്യും. അപ്പൊ അതിനേക്കാൾ നല്ലത് എന്താണ്? ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കി വെക്കുക കേട്ടോ. അതുപോലെ നീതി ആയോഗ് ഇന്ത്യൻ സർക്കാരിന്റെ ഒരു പോളിസി
തിങ്ക് ടാങ്ക് ആണ്. ശരിയല്ലേ? നമ്മൾ തിങ്ക് ടാങ്ക് ആണെന്ന് പറഞ്ഞു അല്ലേ? തിങ്ക് ടാങ്ക് ആണ്. ഇത് രണ്ടും എന്താണ്? ശരിയായിട്ടുള്ള ആൻസർ ആണ്. അതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ വന്നത് ഈ നീതി ആയോഗ് ഉണ്ടല്ലോ. ഈ നീതി ആയോഗ് എന്ന് പറയുമ്പോൾ അതില് മന്ത്രിമാർക്കും സംസ്ഥാന സർക്കാരിനും ഫണ്ട് അനുവദിക്കാൻ അധികാരം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നീതി ആയോഗില് ഫണ്ട് അനുവദിക്കാൻ എങ്ങനെയാണ്? നീതി ആയോഗില് ഫണ്ട് അനുവദിക്കാൻ ആർക്കാണ്? മന്ത്രിമാർക്കും അതുപോലെ സംസ്ഥാന ഗവൺമെന്റിനും അധികാരം ഉണ്ടോ? ഇല്ല. ഓക്കെ, നീതി ആയോഗില് ഫണ്ട് അനുവദിക്കാൻ ആർക്ക് അധികാരമില്ല? മന്ത്രിമാർക്കും സംസ്ഥാന ഗവൺമെന്റിനൊന്നും എന്തില്ല? ഫണ്ട് അനുവദിക്കാൻ അധികാരമില്ല. നീതി ആയോഗ് എന്ന് പറയുമ്പോൾ കേന്ദ്ര തലത്തിലാണ് വരുന്നത് അല്ലേ? അവിടെ സംസ്ഥാന സർക്കാരിന് ഫണ്ട് അനുവദിക്കാനൊന്നും എന്തില്ല? അധികാരം ഇല്ല. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഇത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇതിൽ ശ്രദ്ധിക്കണം. ഇനി അടുത്ത പോയിന്റ് വരെ നോക്കൂ. ഇതൊക്കെ ഡിഗ്രി ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ എന്നാലും നമ്മൾ അറിഞ്ഞിരിക്കണം. കാരണം അടുത്ത എക്സാമ്പിൾ ആ രീതിയിലായിരിക്കുന്നത് മുൻകൂട്ടി നമ്മൾ കണ്ടിട്ട് പോകുന്നു. ഓക്കെ, ഇവിടെ ചോദ്യം ചോദിച്ചത് എങ്ങനെയാണെന്നറിയോ? തന്നിട്ടുള്ളതില് പ്രസ്താവനകൾ ശരി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്ത് നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ നീതി ആയോഗിന് അധികാരമില്ല. ഉണ്ടോ? നീതി ആയോഗിന് നമ്മുടെ സംസ്ഥാനത്ത് നയങ്ങൾ ഓരോ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അധികാരമുണ്ടോ? ഇല്ല അല്ലേ? കാരണം അതെന്താണ്? അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനമല്ല. കാരണം അതൊരു ഉപദേശക സമിതി മാത്രമാണ്. നീതി ആയോഗ് എന്നത് ഒരു ഉപദേശക സമിതി മാത്രമാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ സ്ഥാപനമല്ല, അല്ലെ? ഒരു ഭരണഘടനാ സ്ഥാപനമല്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്ഥാനത്ത് നയങ്ങളൊന്നും അടിച്ചേൽപ്പിക്കാൻ ആർക്ക് അധികാരമില്ല? നീതി ആയോഗിന് അധികാരമില്ല. കാരണം എന്താണ്? അതൊരു ഉപദേശക സമിതിയാണ്. അത് പഠിച്ചു. അതുപോലെ ഈ സംസ്ഥാനത്ത് നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആസൂത്രണ കമ്മീഷന് മുമ്പ് അധികാരമുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ പദ്ധതികളൊക്കെ അംഗീകരിക്കുന്നത് ആസൂത്രണ കമ്മീഷനാണ്. ഇതിവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം. ആദ്യം നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷനാണ് അല്ലേ? ആദ്യം നിലവിൽ വന്നത് ആസൂത്രണ കമ്മീഷൻ. രണ്ടാമതാണ് അതിന് പകരമായിട്ട് നീതി ആയോഗ് വന്നത്. ഇവിടെ രണ്ടും വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, ഈ ആസൂത്രണ കമ്മീഷന് ആദ്യം സംസ്ഥാനത്ത് നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അധികാരം കൊടുത്തിട്ടുണ്ടായിരുന്നു. ആസൂത്രണ കമ്മീഷൻ ആകുന്ന സമയത്ത് നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ എന്തുണ്ടായിരുന്നു? അധികാരം ഉണ്ട്. ഓക്കെ, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ പറഞ്ഞിട്ട് കളിക്കും. അപ്പൊ ഇതിങ്ങനെ മനസ്സിലാക്കിയിട്ട് പോകുമ്പോൾ പ്രശ്നം വരില്ല. ആസൂത്രണ കമ്മീഷന് മുൻപ് നമ്മുടെ സംസ്ഥാനങ്ങളില് നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ അധികാരമുണ്ടായിരുന്നു. എന്നാൽ നീതി ആയോഗിന് ഇന്ന് നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ എന്തില്ല? അധികാരം ഇല്ല. അത് മനസ്സിലാക്കണം. ഇനി അടുത്തത് നമുക്കറിയാം, നമ്മൾ പഠിച്ചു പോയിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കണം. ഇത് നമുക്ക് ഡിഗ്രി ലെവലിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒന്നുകൂടി മുന്നിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നീതി ആയോഗ് ആരംഭിച്ച ഒരു സംരംഭം ഏതാണെന്ന് ചോദിച്ചത്. ഇതൊന്നും പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ മാർക്ക് അറിയില്ല, മിണ്ടാതെ വരും നമ്മൾ അല്ലേ? പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യുന്നതിനായിട്ട് നീതി ആയോഗ് ആരംഭിച്ച സംരംഭത്തിന്റെ പേര് എന്ത് എന്ന് ചോദിച്ചാൽ എന്ത് എഴുതണം? 7E. എന്താണ്? 7E ട്ടോ. 7E. ഇതാണ് പ്രാഥമിക സെക്കൻഡറി വിദ്യാഭ്യാസത്തെ പരിവർത്തനം ചെയ്യാനായിട്ട് നീതി ആയോഗ് ആരംഭിച്ച സംരംഭം 7E. സംസ്ഥാനത്ത് നയങ്ങൾ അടിച്ചേൽപ്പിക്കാൻ ആദ്യം ആസൂത്രണ കമ്മീഷന് അധികാരമുണ്ടായിരുന്നു. എന്നാൽ നീതി ആയോഗിന് അത് ഇന്നില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും ഈ ക്വസ്റ്റ്യൻസ് പുതിയൊരു ഏരിയയിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡിഗ്രി ലെവൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതുള്ളത് നിങ്ങൾ കൂടി ഷെയർ ചെയ്തു തരുന്നു. അപ്പൊ തീർച്ചയായിട്ടും എന്ത് ചെയ്യാം? നല്ല രീതിയിൽ പഠിക്കാം. അതുപോലെ വേറെ ഒരു ക്വസ്റ്റ്യൻ എന്താ പറയുക, എല്ലാം പറഞ്ഞത് പോകുമ്പോൾ നമുക്ക് ഒരു മനസ്സിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല അല്ലെ? എന്തോ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തില്ല എന്നുള്ളൊരു മനസ്സിക്ക് ഒരു ഇത് വരും. അതുകൊണ്ട് ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി പറഞ്ഞുതരാം. അതായത് ദേശീയ അന്തർദേശീയ വിദഗ്ധര്, പ്രാക്ടീഷണർമാര്, മറ്റു പങ്കാളികള് എന്നിവരുടെ ഒരു സഹകരണ കൂട്ടായ്മയിലൂടെ അറിവും നവീകരണവും സംരംഭകത്വ പിന്തുണാ സംവിധാനവും സൃഷ്ടിക്കുന്നതിന്
സൃഷ്ടിക്കുന്നത് ആരുടെ ലക്ഷ്യമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നീതി ആയോഗിന്റെ ലക്ഷ്യമാണ്. സോറി കേട്ടോ. അപ്പൊ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താഴെ ഒന്ന് കമന്റ് കൂടി രേഖപ്പെടുത്തുക കേട്ടോ. അടുത്ത നമുക്ക് പുത്തൻ സാമ്പത്തിക നയം, നവസാമ്പത്തിക പരിഷ്കാരങ്ങളുടെ ക്ലാസ്സായിട്ട് വീണ്ടും വരാം. താങ്ക് യു.